ലോകചരിത്രത്തിൻ്റെ നാൾവഴികളിൽ ഇന്നും അത്ഭുതമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതം. ബുദ്ധിക്ക് അഗ്രാഹ്യമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ അഴുകാത്ത ശരീരം ആദരവോടെയാണ് ലോകം ഇപ്പോഴും നോക്കിക്കാണുക. വെറും 46 വർഷം വരെ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച വിശുദ്ധൻ മരണശേഷം വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും നമുക്ക് അനുഗ്രഹത്തിൻ്റെ സജീവ സാന്നിധ്യമാണ്. ഈശ്വര വിശ്വാസികൾ വണങ്ങുകയും നിരീശ്വരവാദികൾ പോലും അത്ഭുതപ്പെടുകയും ചെയ്യുന്ന ഈ മഹാപുണ്യവാന്റെ തിരുശേഷിപ്പ് വരദാനമായി ലഭിച്ച പുണ്യദേവാലയമാണ് പിഴലയിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഈ ദേവാലയം. ഗതാഗത സൗകര്യം പരിമിതമായ ഈ ദ്വീപിൽ വെറും 8 മാസങ്ങൾ കൊണ്ട് പണിതു തീർത്ത ഈ മഹാദേവാലയം തന്നെ പുണ്യവാന്റെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. കൂടാതെ ശാരീരികമായും മാനസികമായും തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ പുണ്യവാന്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക ശക്തിയും അനുഗ്രഹവും ലഭിക്കുന്നുവെന്ന് ഈ നാട്ടിലെ ജാതിമത ഭേദമില്ലാതെ എല്ലാ നല്ല മനുഷ്യരും സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കാസറ്റും ഒരു കൃതജ്ഞതാ പ്രകാശനമാണ്. ഈരത്തറ അന്തപ്പൻ ഫ്രാൻസിസിനും കുടുംബത്തിനും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വഴി നൽകിയ അനുഗ്രഹത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ കുടുംബം നൽകുന്ന ഉപഹാരം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ വണങ്ങുന്ന എല്ലാവരെയും പുണ്യവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തിരുശേഷിപ്പ് എന്ന സംഗീത ശില്പം സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. ദൈവമേ പറന്നിറങ്ങണമേ, ആത്മാവിൻ ദാനങ്ങൾ എന്നിൽ തൂകണമേ. ദൈവമേ പറന്നിറങ്ങണമേ, ആത്മാവിൻ ദാനങ്ങൾ എന്നിൽ തൂകണമേ. ജീവൻ ഉറവകൾ വരണ്ട ഭൂവിൽ തെളിഞ്ഞിടേണമേ, നാവിൻ കെട്ടുകൾ എന്നിൽ നിന്നും നീക്കിടേണമേ. ദൈവമേ പറന്നിറങ്ങണമേ, ആത്മാവിൻ ദാനങ്ങൾ എന്നിൽ തൂകണമേ. കർത്താവിൻ ആത്മാവെന്നെ നയിച്ചിടുമ്പോൾ സുവിശേഷമാകും ജീവിതയാത്രകളെന്നും. കർത്താവിൻ ആത്മാവെന്നെ നയിച്ചിടുമ്പോൾ സുവിശേഷമാകും ജീവിതയാത്രകളെന്നും. ആശ്വാസമേകും തകർന്നിടും ഹൃദയത്തിൽ, സ്വാതന്ത്ര്യമേകും ബന്ധിതൻ മനസ്സുകളിൽ. ആശ്വാസമേകും തകർന്നിടും ഹൃദയത്തിൽ, സ്വാതന്ത്ര്യമേകും ബന്ധിതൻ മനസ്സുകളിൽ. ദൈവമേ പറന്നിറങ്ങണമേ, ആത്മാവിൻ ദാനങ്ങൾ എന്നിൽ തൂകണമേ. ആത്മാവിൻ നിറവിൽ ജീവിത സാക്ഷ്യവുമായി ദൈവത്തിൻ ചെയ്തികൾ ഭൂവിൽ നൽകിടുവാനായി. ആത്മാവിൻ നിറവിൽ ജീവിത സാക്ഷ്യവുമായി ദൈവത്തിൻ ചെയ്തികൾ ഭൂവിൽ നൽകിടുവാനായി. ധന്യനാം ഫ്രാൻസിസ് സേവ്യർ തൻ നാമം മണ്ണിതിൽ മക്കൾക്ക് സാഫല്യമായി. ധന്യനാം
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഞങ്ങൾ സൃഷ്ടിക്കുകയും നിത്യം പരിപാലിക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ രക്ഷിക്കുകയും വിശുദ്ധരുടെ സുഹൃത സമ്പന്നമായ ജീവിത മാതൃകയാൽ ഞങ്ങളെ ധന്യരാക്കുകയും ചെയ്യുന്ന പുത്രനായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ പവിത്രീകരിക്കുകയും പിതാവിനോടും പുത്രനോടും സമനായിരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വിജ്ഞാനത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രത്യേക അനുഗ്രഹങ്ങളും സുവിശേഷ വേളയിലുള്ള അതിരറ്റ തീക്ഷ്ണതയും നൽകിക്കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ അനുഗ്രഹിച്ച ദൈവമേ, ആത്മീകവും ശാരീരികവുമായ ദാനങ്ങൾ നൽകി ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങയെ അറിഞ്ഞിട്ടില്ലാത്തവരോട് മിശിഹായെ പ്രസംഗിക്കുവാനും അവരുടെ ഇടയിൽ നന്മയുടെ ദൂതന്മാരായി വർത്തിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശുദ്ധൻ്റെ നിർമ്മലമായ ശരീരത്തിന് അക്ഷയത്വം എന്ന പ്രത്യേക അനുഗ്രഹം നൽകിയ ദൈവമേ, ഞങ്ങളുടെ ശരീരങ്ങളെയും ശുദ്ധമായി സൂക്ഷിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും അനവരതം അങ്ങയെ ദർശിക്കുവാനുള്ള ഭാഗ്യം കൈവരുത്തുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. നവനാൾ ജപം. ഏറ്റവും സ്നേഹിക്കപ്പെടുവാനും വണങ്ങപ്പെടുവാനും യോഗ്യനും ഞങ്ങളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ അങ്ങയോട് ചേർന്നുകൊണ്ട് പരമകാരുണികനായ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ ജീവിതകാലത്ത് ദൈവം അങ്ങയിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെയും അങ്ങയുടെ മരണശേഷം അവിടുന്ന് നൽകിയ മഹത്വത്തെയും പറ്റി ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയുകയും അങ്ങയോട് ചേർന്നുകൊണ്ട് എനിക്കുള്ള നന്ദിയും സ്തുതിയും അവിടുത്തെ പാദാന്തികത്തിൽ കാഴ്ചവെക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ മാധ്യസ്ഥ്യം വഴി വരപ്രസാദാവസ്ഥയിൽ ജീവിക്കുവാനും മരിക്കുവാനുമുള്ള അവർണ്ണനീയമായ അനുഗ്രഹദാനത്തെ ദൈവത്തിൽ നിന്നും കരസ്ഥമാക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. മറ്റനേകം അനുഗ്രഹങ്ങളും പ്രത്യേകമായി ഈ നിമിഷത്തിൽ ഞാൻ അപേക്ഷിക്കുന്ന നന്മകൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മുടെ ഉത്കണ്ഠകളെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പുണ്യവാന്റെ തിരുസന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹവും സിദ്ധിച്ചു തരയണമേ. എന്നാൽ ഞാൻ ഈ ചോദിക്കുന്നത് എൻ്റെ ആത്മാവിനും ദൈവമഹത്വത്തിനും യോജിക്കുന്നില്ലെങ്കിൽ എൻ്റെ അപേക്ഷയെ ശുദ്ധീകരിച്ച് ദൈവഹിതത്തിനും എൻ്റെ ആത്മരക്ഷയ്ക്കും ഗുണപ്രദമാക്കി തീർക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പ്രസംഗങ്ങളാലും അത്ഭുതങ്ങളാലും ഭാരത ജനസമൂഹങ്ങളെ സഭയിലേക്ക് ആനയിക്കുവാൻ അങ്ങേക്ക് തിരുവുള്ളമുണ്ടായല്ലോ. വിശിഷ്ട പുണ്യങ്ങളാൽ അലങ്കൃതനായ ഈ മഹാവിശുദ്ധനെ വണങ്ങുന്ന ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത മാതൃക അനുകരിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശ്വാസികളുടെ പ്രാർത്ഥന. ദൈവമേ, ഐഹിക ജീവിതത്തിൻ്റെ താൽക്കാലികതയും ലോക ബഹുമാനങ്ങളുടെ വിലയില്ലായ്മയും മനസ്സിലാക്കി ജീവിതം നയിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ അനുകരിച്ച് സ്വർഗീയ കാര്യങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്തു ഫലം എന്ന സുവിശേഷ വാക്യം ധ്യാനിച്ചുകൊണ്ട് സന്തോഷപൂർവം എല്ലാം പരിത്യജിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ സുവിശേഷ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെരുവുകളിലൂടെ കുരിശുമേന്തി നടന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും പ്രാർത്ഥനയാലും പരിഹാര പ്രവൃത്തികളാലും പാപികളെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്ത വിശുദ്ധന്റെ കാൽപ്പാടുകളെ പിഞ്ചെന്ന് സഭാസേവനം ചെയ്യുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായ ജീവിതം വഴി വൈദിക ലോകത്തിനും ദൈവജനത്തിനും മാതൃക നൽകുകയും ദൈവദത്തമായ കഴിവുകളെ സഹോദരങ്ങളുടെ നന്മയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്ത ഈ വിശുദ്ധന്റെ ഭക്തിയും തീക്ഷ്ണതയും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശപ്പും ദാരിദ്ര്യവും നിമിത്തം വേദന അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അങ്ങയുടെ സ്നേഹത്തിലും പരിപാലനയിലുമുള്ള വിശ്വാസവും പ്രത്യാശയും വർദ്ധിക്കുന്നതിനും അങ്ങനെ ഞങ്ങളുടെ സഹനങ്ങളെ യോഗ്യതയുള്ളതാക്കി തീർക്കുന്നതിനും ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസ്വസ്ഥതയിലും അസമാധാനത്തിലും ഉഴലുന്ന യുവതലമുറയെ നേരായ മാർഗത്തിലൂടെ നയിച്ച് ഈ ആധുനിക ലോകത്തിൽ അവരുടെ ഇടയിൽ ഉളവാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്ത് ക്രിസ്തുവിൻ്റെ മഹോന്നതമായ ജീവിത മാതൃക അനുസരിച്ച് ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഉത്സാഹത്തോടെ പഠിക്കുവാൻ